അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സിമ്പിൾ ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരുവിധം അറിയാവുന്ന ഒരു റെസിപ്പിയാണ് ഉപ്പുമാവെന്ന് പറയുന്നത്. എന്നാലും നമുക്ക് എങ്ങനെ ഇത് ഒരുപാട് കുഴഞ്ഞു പോകാതെ നല്ല സോഫ്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാമെന്നതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കൂ. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരട്ടെ. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതൊരു ചെറിയൊരു കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തതായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തതും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ സവാള കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. സ്ക്വയറായിട്ടാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ബീൻസോ അതൊക്കെ ചേർത്താലും മതി. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ എടുക്കാം. വറുക്കാത്ത റവ എടുത്താൽ നമുക്ക് ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്പൂണിനൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ആ വെള്ളം തിളച്ച് വരുമ്പോൾ വേണം നമ്മൾ റവ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഒരുപാട് വെള്ളം ആവശ്യവും വന്നില്ല, നമുക്ക് കുഴഞ്ഞും പോയിട്ടില്ല. നല്ല സോഫ്റ്റ് ഉപ്പുമാവ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. എന്നാൽ നല്ല ടേസ്റ്റിന് തയ്യാറാക്കി എടുക്കാനും പറ്റും. എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.